നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27, 2026 വെള്ളി. അങ്ങനെ തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനുകളിലെ നേരിയ നട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഫെബ്രുവരി മാസം 3-ാം തീയതി ഇന്ത്യക്ക് മുകളിലുള്ള ടാരിഫുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് യുഎസിൽ നിന്നും പ്രഖ്യാപനങ്ങൾ വന്നതിനെ തുടർന്ന് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യൻ മാർക്കറ്റിന് ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, ഈ കലണ്ടർ മാസത്തില് നിഫ്റ്റിക്ക് ഈ മാസം 1-ാം തീയതി മുതൽ ഇന്ന് വരെ ഏകദേശം 1600 പോയിന്റുകളുടെ ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ഈ കലണ്ടർ മാസത്തില് ആകെ 350 പോയിന്റുകളുടെ നേട്ടം മാത്രമേ നിഫ്റ്റിക്ക് മന്ത്ലി ബേസിസിലും കൈവരിക്കുവാനായുള്ളൂ. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. തൽഫലമായി 25,476 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടു. തുടർന്ന് അങ്ങോട്ട് മാർക്കറ്റിൽ ഇടിവ് തന്നെയായിരുന്നു അനുഭവപ്പെട്ടതും. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2:55 കൂടി 5 മിനിറ്റുകൾ കൊണ്ട് നിഫ്റ്റിക്ക് ഏകദേശം 115 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി 25,141 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് 317 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,178 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 961 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 658 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 61,000 എന്ന ലെവലിന് താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1031 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1868 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുമുണ്ടായി. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ശക്തമായ തകർച്ച നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1.2% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഭാരതി എയർടെൽ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, HDFC ലൈഫ്, സൺ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ട്രെൻഡ്, HCL ടെക്, ഇൻഫോസിസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ, FMCG, മെറ്റൽ, റിയാലിറ്റി, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ IT, മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 6 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 90.97 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ പാസഞ്ചേഴ്സിന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുവാനോ ചേഞ്ച് ചെയ്യുവാനോ ആയിട്ട് അഡീഷണൽ ചാർജ് ഈടാക്കാൻ പാടില്ലെന്നുള്ള പ്രഖ്യാപനം DGCAയുടെ ഭാഗത്ത് നിന്നും ഇന്ന് വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് എയർലൈൻ സ്റ്റോക്കുകളിൽ നേരെ ഇടിവ് അനുഭവപ്പെടുകയും ചെയ്തു. ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് NSEയുടെ IX ഗ്ലോബൽ ആക്സസ് സോഫ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഇന്ന് ലോഞ്ചിംഗ് ഡേയിൽ തന്നെ 2000-ഓളം ക്ലയന്റുകളെ ശേഖരിക്കുവാനും NSEക്ക് സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും Q4 GDP ഡേറ്റയുടെ റിലീസ് വരാനുണ്ട്. കൂടാതെ വൈകുന്നേരം 7 മണിയോടുകൂടി ജനുവരി മാസത്തെ PPI ഡേറ്റയുടെ റിലീസ് യുഎസിൽ നിന്നും വരാനിരിക്കുന്നു. ആയതിനാൽ തന്നെ ഈ പ്രധാനപ്പെട്ട 2 ഡേറ്റകൾ, ഒന്ന് ഇന്ത്യയിൽ നിന്നും മറ്റൊന്ന് അമേരിക്കയിൽ നിന്നും വരാനുള്ളതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ നിക്ഷേപകർ പുലർത്തിയ ജാഗ്രത തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക തന്നെ ഉണ്ടായത്. ഇന്നലെ US മാർക്കറ്റിൽ നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തു വന്നതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിൽ ഉടലെടുത്ത ആശങ്കയുടെ ഫലമായിട്ട് S&P 500-നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല, ഇന്ന് രാവിലെ നേരിയ തോതിൽ റിക്കവർ നടത്തിയ ഡോ ജോൺസ് ഫ്യൂച്ചറും പിന്നീട് ഹ്യൂജ് ഫോളിലേക്ക് പോകുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 0.5% അഥവാ 253 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൂടാതെ ഇന്ന് ഏഷ്യൻ, യൂറോപ്യൻ മാർക്കറ്റ്സിൽ നിന്ന് അനുഭവപ്പെട്ട മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിലും ബാധിച്ചു. ഇന്നലെ വരെ ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച 3,500 കോടി രൂപയ്ക്ക് അടുത്ത് ബൈയിങ്ങും തുടർന്ന്
മിനിങ്ങാന്ന് ബുധനാഴ്ച 3000 കോടി രൂപയ്ക്ക് അടുത്തും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അതിശക്തമായ ബൈങ് നടത്തുകയുണ്ടായി. എന്നാൽ ചൊവ്വാഴ്ച ആകെ 102 കോടി രൂപയ്ക്ക് മാത്രമേ അവർ സെല്ലിംഗും നടത്തുകയുണ്ടായിരുന്നുള്ളൂ. തൽഫലമായി കുറേയേറെ കാലങ്ങൾക്ക് ശേഷം അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് തുടരുകയുമുണ്ടായി. എന്നാൽ ഇന്നലെ 3455.99 കോടി രൂപയ്ക്ക് ഫെബ്രുവരി 13 ശേഷം ഏറ്റവും വലിയ തുകയ്ക്കാണ് സിംഗിൾ ഡേയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിക്കൊണ്ട് നിക്ഷേപകരെ ഞെട്ടിക്കുകയുണ്ടായി. ഇതുമൂലം ഇന്ന് നിക്ഷേപകരിൽ ഉടലെടുത്ത അനാസ്ഥയും ഭീതിയും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുക തന്നെ ചെയ്തു. ഇന്നലെ ജനീവയിൽ വെച്ച് ഒമാന്റെ നേതൃത്വത്തില് യുഎസും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും ചർച്ചകൾ സമാധാനപരമായിരുന്നെങ്കിൽ കൂടിയിട്ടും ഒരു ഡീലിലേക്ക് എത്തിച്ചേരുവാൻ ഈ ചർച്ചയ്ക്ക് സാധിച്ചതുമില്ല. ഇതിനെ തുടർന്ന് വീണ്ടും ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് വർദ്ധിക്കുവാനും ഇതിടയാക്കി. തൽഫലമായി ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് വർദ്ധിച്ചതും അതിനെ തുടർന്ന് ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും, ഏകദേശം 1.5%. കൂടാതെ ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വ്യാഴാഴ്ച വരെ 4 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യ വിക്സ് ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് 10% ഇടിവ് ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തിയെങ്കിൽ വീണ്ടും ഇന്ന് ഇന്ത്യ വിക്സിന് തീപിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. 4.9% ഉയർച്ചയോടുകൂടി 13.70 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സും ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും അമേരിക്കൻ ഡോളറിനെതിരെ 6 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്, അതായത് 90.97 എന്ന ലെവലിലേക്ക് യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വന്നതും നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ ഒരു നഷ്ടത്തോടുകൂടി ഈ കലണ്ടർ മാസത്തെ അവസാന ദിവസത്തെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസ് മാർക്കറ്റ് മുൻപ് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്ത്യ, ഹോങ്കോങ്, കൊറിയൻ, തായ്ലാന്റ് മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ തായ്വാൻ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് ഫ്ലാറ്റ് ആയിട്ടും അതേസമയം ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ബ്രെന്റ് ക്രൂഡിന്റെ വില $74.04 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $66.41 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ നേരെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $5147.48 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. GPT ഇൻഫ്രാ പ്രോജക്ട്സ് 151.83 കോടി രൂപയ്ക്ക് ആൽക്കോണിന്റെ 100% വരുന്ന ഓഹരികളും കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. ഹുദ്മാക്കി ഇന്ത്യ 2026 ഫെബ്രുവരി 27 മുതൽ ശ്രീ അനിൽ കൗളിനെ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കുകയുണ്ടായി. മാസ്റ്റെക് കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ മാസ്റ്റെക് UK ലിമിറ്റഡിന് ഏകദേശം 49 മില്യൺ പൗണ്ട്, അതായത് ഏകദേശം $67 മില്യൺ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. കിർലോസ്കർ ബ്രദേഴ്സ് അദാനി പവറിൽ നിന്ന് താപവൈദ്യുത പമ്പുകൾക്കായി 214 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. GM പോളിപ്ലാസ്റ്റ് നിലവിലുള്ള ശേഷി പ്രതിവർഷം 19,800 മെട്രിക് ടണ്ണിൽ നിന്നും 21,800 മെട്രിക് ടണ്ണായിട്ട് ഉയർത്താൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 2026-27 സാമ്പത്തിക വർഷത്തിൽ 3.5 കോടി രൂപ ചെലവഴിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നതും. മമത മെഷീനറി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. JSL ഇൻഡസ്ട്രീസ് ഗുജറാത്ത് എനർജി ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് കമ്പനിയുടെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഡിവിഷന് 2.91 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. മറിയൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ CG സെമിയിൽ നിന്നും ഒബ്രോയ് റിയാലിറ്റിയിൽ നിന്നും പവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 27.49 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. വാലിയന്റ് കമ്മ്യൂണിക്കേഷൻസ് 7.38 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വിശാൽ മെഗാമാർട്ട് ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ട പോലെ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ 13% വരുന്ന ഓഹരികൾ 10% വിലക്കിഴിവിൽ വിറ്റഴിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പ്രൊമോട്ടർ ഹോൾഡിംഗ് 54% നിന്നും 41% കുറയ്ക്കുകയും ചെയ്തു. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ 7% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം.
നന്ദി, നമസ്കാരം.